Hi friends, welcome to my channel. This is Elizabethan Age part 2 from Diti Dake, and we already completed part 1. Part 1 based on Elizabethan Age, which is Elizabethan Age is called the golden age of English literature, and next is Edmund Spenser. We completed Edmund Spenser. Okay. Next is Sir Thomas Wyatt and Earl of Surrey. They are very important. തോമസ് വ്യാട്ട് ഇൻട്രൊഡ്യൂസ്ഡ് സോണറ്റ് ഇൻ ടു ഇംഗ്ലീഷ് പോയട്രി. ഇംഗ്ലീഷ് പോയട്രിയിൽ ആ ഒരു സോണറ്റ് എന്ന് പറയുന്ന ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തത് തോമസ് വ്യാട്ടാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് മോഡിഫൈഡ് ബൈ സറേ. ആക്ച്വലി സറയുടെ നെയിം എന്ന് പറയുന്നത് ഹെൻറി ഹോവാർഡാണ്. നിങ്ങൾക്ക് 1 മാർക്ക് ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഹെൻറി ഹോവാർഡ് ഈസ് ദ നെയിം ഓഫ് ഏൾ ഓഫ് സറേ, ആൻഡ് he perfected the sonnet which was introduced by ദിസ് തോമസ് വ്യാട്ട്. കേട്ടോ, തോമസ് വ്യാട്ട് സോണറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് പോയട്രിയിൽ അതിനെ മോഡിഫൈഡ് ചെയ്തു ആരാ? ഹെൻറി ഹോവാർഡ്, ഏൾ ഓഫ് സറേ. ഓക്കെ, സോണറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. സോണറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഷോർട്ട് ലിറിക് ഓഫ് 14 അയാംബിക് പെൻഡാമീറ്റർ ലൈൻസ്. എന്നാലേ സോണറ്റ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഷോർട്ട് ലിറിക് ആണ്, 14 ലൈൻസേ ഉള്ളൂ. അയാംബിക് പെൻഡാമീറ്റർ ലൈൻസിലായിരിക്കണം, എന്നാലേ അത് സോണറ്റ് ആവത്തുള്ളൂ. അപ്പോൾ സോണറ്റ് ഈസ് എ ഷോർട്ട് ലിറിക് ഓഫ് 14 അയാംബിക് പെൻഡാമീറ്റർ ലൈൻസ്. കേട്ടോ, അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ഫിലിപ്പ് സിഡ്നിയെ മെൻഷൻ ചെയ്യുക. ഫിലിപ്പ് സിഡ്നി ഒരുപാട് കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ആസ് എ സോണറ്റിയർ എന്നുള്ള രീതിയിലും ആസ് എ പോയറ്റ് എന്നുള്ള രീതിയിലും ആസ് വെൽ ആസ് ഒരു പ്രോസ് റൈറ്റർ. ഹി വാസ് എ ഫേമസ് പ്രോസ് റൈറ്റർ ടു. ആൻഡ് ഫിലിപ്പ് സിഡ്നിയുടെ ഫേമസ് ആയിട്ടുള്ള സോണറ്റ് സീക്വൻസ് ആണ് എസ്ട്രഫൽ ആൻഡ് സ്റ്റെല്ല. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു. എസ്ട്രഫൽ ആൻഡ് സ്റ്റെല്ല ഈസ് എ സോണറ്റ് സീക്വൻസ് ബൈ ഫിലിപ്പ് സിഡ്നി. ഈസ് എ കളക്ഷൻ ഓഫ് 108 സോണറ്റ്സ്. 108 സോണറ്റ്സിൻ്റെ കളക്ഷനാണ് എസ്ട്രഫൽ ആൻഡ് സ്റ്റെല്ലയിൽ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ദ ഇംഗ്ലീഷ് പോയറ്റ്സ്, വില്യം ഷേക്സ്പിയർ ഈസ് മോർ പോപ്പുലർലി നോൺ ആസ് എ ഡ്രാമാറ്റിസ്റ്റ്. നമുക്ക് അറിയാം, വില്യം ഷേക്സ്പിയർ എന്ന് പറയുന്ന ഒരു ഹി വാസ് പോപ്പുലർലി നോൺ ആസ് എ ഡ്രാമാറ്റിസ്റ്റ്. ഓക്കെ, ഒരു ഗ്രേറ്റസ്റ്റ് ഡ്രാമാറ്റിസ്റ്റ് ആണ് ആരാ? വില്യം ഷേക്സ്പിയർ. പക്ഷേ ഹി വാസ് എ ഫേമസ് പോയറ്റ് ടു. നല്ലൊരു പോയറ്റ് കൂടെയാണ് വില്യം ഷേക്സ്പിയർ. ഷേക്സ്പിയറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 154 സോണറ്റ്സ്, 37 പ്ലേസ്, 2 ലോങ് പോംസ് അല്ലേ, 2 ലോങ് പോംസ് എഴുതിയിട്ടുണ്ട്. 154 സോണറ്റ്സ് ആ വില്യം ഷേക്സ്പിയറിൻ്റെ കോൺട്രിബ്യൂഷൻ. ആ 2 ലോങ് പോംസ് എന്ന് പറയുന്നത് വൺ ഈസ് റേപ്പ് ഓഫ് ലൊക്രീസ് ആൻഡ് അനദർ വൺ ഈസ് വീനസ് ആൻഡ് അഡോണിസ്. ഓക്കെ, ഈ 154 സോണറ്റ്സ് ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നത് ഒന്ന് ഡാർക്ക് ലേഡിക്കാണ്, പിന്നെ ഒരു ഫെയർ യൂത്ത്. ഓക്കെ, അത് നെയിംസ് ഒന്നും പറയുന്നില്ല. നെയിംസൊക്കെ ഇപ്പോഴും റൂമേഴ്സിൻ്റെ ഒരു പാർട്ടായിട്ട് മാറിയിരിക്കുന്നു. പിന്നെ ലാസ്റ്റ് 2 സോണറ്റ്സ് 153 ആൻഡ് 154 ആർ ഗ്രീക്ക് സോണറ്റ്സ്. ഇതാണ് നമ്മൾ ഷേക്സ്പിയറിൻ്റെ സോണറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ. ആൻഡ് ഷേക്സ്പിയറിൻ്റെ 2 ലോങ് പോംസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, റേപ്പ് ഓഫ് ലൊക്രീസ് ആൻഡ് വീനസ് ആൻഡ് അഡോണിസ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഫിലിപ്പ് സിഡ്നി, വില്യം ഷേക്സ്പിയർ. Next is John Donne. John Donne, he founded a new school of poetry introduced by Dryden as metaphysical poetry. Okay, but John Donne, he was the central figure, അല്ലെങ്കിൽ he was the chief advocate of this metaphysical school of poetry. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്കിനോ 2 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് മെറ്റാഫിസിക്കൽ പോയട്രി എന്ന് പറയുന്നത്. ഇപ്പം മെറ്റാഫിസിക്കൽ ഇങ്ങനെ വരുന്ന 2 വേർഡ്സിനെ കോയിൻ ചെയ്ത് മെറ്റാഫിസിക്കൽ എന്നുള്ള ഒരു ടേമാക്കി മാറ്റിയത് ഡോക്ടർ ജോൺസനാണ്. ആൻഡ് ഈ ഡോക്ടർ ജോൺസൺ കോയിൻ ചെയ്ത ഈ ഒരു ടേമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു സ്കൂൾ ഓഫ് പോയട്രി. ജോൺ ഡൺ ഫൈൻഡ് ചെയ്ത സ്കൂൾ ഓഫ് പോയട്രിക്ക് ജോൺ ഡ്രൈഡൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, മെറ്റാഫിസിക്കൽ എന്ന് പറഞ്ഞാൽ മെറ്റാഫിസിക്കൽ കൺസീറ്റ്സ് യൂസ് ചെയ്യുന്ന, ഫിസിക്കാലിറ്റിക്ക് ബിയോണ്ട് എന്നുള്ള ഇംപ്രഷൻസ് കൊടുക്കുന്ന, സ്പിരിച്വാലിറ്റിക്കൊക്കെ ഇംപ്രഷൻസ് കൊടുക്കുന്ന, അതുപോലെ ഫാർ ഫെച്ച്ഡ് സിമിലീസ് യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സ് ചേർന്നിട്ടാണ് ഈ മെറ്റാഫിസിക്കൽ സ്കൂൾ ഓഫ്